ആത്മാവ് നിന്നോട് പറയുന്നത് ദൈവത്തിൽ നിന്നാണ്. If you are a man filled with the Holy Spirit, നീ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച if it is from the devil, പിശാചിൽ നിന്നാണെങ്കിൽ you will feel restless. നിനക്കപ്പോൾ ഒരു കുഴപ്പം, നിനക്ക് ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകും. And you will understand, you will know that it is not from God. നിനക്ക് ദൈവത്തിൽ നിന്നല്ല അത് എന്ന് മനസ്സിലാക്കുവാൻ നിന്റെ ആത്മാവ് നിന്നോട് പറയും. So to people who ask me that question, എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയും, tell them, forget about that. ഞാൻ പറയും, നീ അതങ്ങ് മറന്നേ. You are blind. നീ ഇപ്പോൾ കാണാൻ പറ്റാതിരിക്കുക. You don't know after all these 50 years which is from God and which is from ദൈവത്തിൽ നിന്നാണോ മനുഷ്യരിൽ നിന്നാണോ 50 വർഷമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തതായ ആത്മീയ അനുഭവം. Go to God. ദൈവത്തിലേക്ക് മടങ്ങുക. Go to God. ദൈവത്തിലേക്ക് മടങ്ങുക. Get filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. Get the spiritual sensitivity. ആത്മീയമായ കാഴ്ചപ്പാട് പ്രാപിക്കുക. Nobody need to advise you. ആരും നിനക്ക് ഉപദേശിച്ചു തരേണ്ട. The Spirit will testify. നിന്റെ ആത്മാവ് നിന്നോട് സാക്ഷ്യം പറയും. This is what you have to acquire. ഇതാണ് നാം പ്രാപിക്കേണ്ടത്. That is what I used to advise them. എന്റെ മുമ്പിൽ വരുന്നവരോട് ഞാൻ അങ്ങനെയാണ് മറുപടി. That's what we have to know. നാം അറിയേണ്ടത് അങ്ങനെയാണ്. As long as people are spiritually insensitive, ആത്മീയമായ കാഴ്ചപ്പാട് പ്രാപിക്കാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം any clown will show any sort of thing on the stage. ഏത് തരത്തിലുള്ള കോമാളിത്തരം കാണിച്ചാലും And there will be 50% of the people to support. 50% ആൾക്കാർ അവന്റെ കൂടെ പോകാൻ കാണും. Spiritual sensitive. ആത്മീയ കാഴ്ചപ്പാട്. You know, sometimes pastors visit our believers' houses. പാസ്റ്റർമാർ ചിലപ്പോൾ വിശ്വാസികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ And then they have a nice time, have coffee, biscuits and come back. നല്ല ബിസ്ക്കറ്റും കാപ്പിയും ഒക്കെ കൊടുത്ത് അല്പസമയം നന്നായി അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ Next week somebody tells, oh, that couple know they are going to get divorced. അടുത്ത ആഴ്ച പറയാണ് ഈ കുടുംബം അവരെ വേർപിരിയുവാനായിട്ട് തീരുമാനിച്ചു. Is it true? പാസ്റ്റർ ചോദിക്കുകയാണ്, സത്യമാണോ? Only last week I went there. കഴിഞ്ഞ ആഴ്ചയാണല്ലോ ഞാൻ അവിടെ പോയത്. Both were smiling and serving me like anything. അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് കാപ്പിയൊക്കെ തന്നു, സന്തോഷിച്ചിരുന്നു. What happened in the 1 week? ഒരാഴ്ചയ്ക്ക് എന്ത് സംഭവിച്ചു? Some fellows said that not 1 week, for last 2 years they have been fighting and all. ആരെങ്കിലും പറയും ഒരാഴ്ചയായിട്ടല്ല 2 വർഷമായിട്ട് അവർ തമ്മിൽ പ്രശ്നമാണ്. The whole neighborhood will know, but pastor will not know. ചുറ്റുപാടുള്ള എല്ലാവർക്കും അറിയാം ഈ കുടുംബത്തിൽ പ്രശ്നമാണ്. പാസ്റ്റർ If only the pastor knows at the first visit. ആദ്യത്തെ സന്ദർശനത്തിൽ തന്നെ പാസ്റ്റർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ things were just, simmering. അന്ന് അത് തിളച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. If he could be able to recognize that, ഇതിനെ മനസ്സിലാക്കുവാൻ ആത്മീയ കാഴ്ചപ്പാട് പാസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ most of the divorces would have been avoided. അനേക വിവാഹമോചനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. That is what everybody should have. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന അതാണ്. Lord, give me the spiritual ദൈവമേ, ഒരു ആത്മീയ കാഴ്ചപ്പാട് എനിക്ക് തരണമേ. useful ministry. ഒരു യഥാർത്ഥമായിട്ടുള്ള ഫലവത്തായ ശുശ്രൂഷ ചെയ്യുവാൻ Spiritual sensitive. ആത്മീയ കാഴ്ചപ്പാട്. And the real word or the real practical form of that sensitiveness is ആത്മീയ കാഴ്ചപ്പാടിന്റെ പ്രാവർത്തികമായിട്ടുള്ള വാക്ക് compassion. മനസ്സലിവിന്റെ ആത്മാവ്. Jesus was moved with compassion. യേശു മനസ്സലിഞ്ഞു. When he saw the multitude of people, as I said, പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആളുകളെ പോലെ അവൻ കണ്ടപ്പോൾ he was moved with compassion at the lack of their spiritual guidance. അവരുടെ ആത്മീയമായിട്ടുള്ള അനാഥത്വത്തെ കണ്ട് യേശു മനസ്സലിഞ്ഞു. When he saw the multitude who has been hearing his sermon from morning to evening, രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്റെ ദൂത് കേട്ടുകൊണ്ടിരുന്ന പുരുഷാരത്തെ കണ്ട യേശു he understood they were hungry and he was moved with compassion. വിശപ്പുള്ളതായുള്ള ജനമായി അവരെ കണ്ടു, അവൻ മനസ്സലിഞ്ഞു. When he saw people who were bound by Satan for 18 years, 18 വർഷമായി പിശാചിന്റെ കരത്തിൽ അമർന്നിരിക്കുന്നവരെ കണ്ടപ്പോൾ he was moved with അവൻ compassion. മനസ്സലിഞ്ഞു. When he saw a blind Bartimaeus calling at him, ഒരു കുരുടനായ ഭക്തിമായി അവനെ വിളിച്ചതായി he കേട്ടപ്പോൾ was moved with അവൻ compassion. മനസ്സലിഞ്ഞു. And he started acting. അവൻ പ്രവർത്തനോന്മുഖനായി. Question before us this morning, ഇന്ന് പകൽക്കാലം നമ്മുടെ മുൻപിലുള്ള ചോദ്യം, are we moved with compassion? നമുക്ക് മനസ്സലിവുള്ളവരാണോ? Why we, after hearing all these things, we are not acting? എന്തുകൊണ്ട് ഇതെല്ലാം കേട്ടിട്ട് നാം പ്രവർത്തിക്കുന്നില്ല? We are hearing about people who are lost. നഷ്ടപ്പെട്ട ആത്മാക്കളെ പറ്റി കേൾക്കുന്നു. Slides coming here right in front of your faces about people getting lost. അനേക ആത്മാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ സ്ലൈഡുകൾ നാം നിരന്തരം കാണുന്നു. And what are we doing about it? നാം അത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? We moved our little finger നമ്മുടെ ഒരു ചെറുവിരൽ പോയി വരയ്ക്കുക. and we started acting. നാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? Please understand, ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക, not that you are a bad man or a woman, നീ ഒരു മോശപ്പെട്ട മനുഷ്യനായി not കാണാം. that you don't love God, നീ ദൈവത്തെ സ്നേഹിക്കുന്നില്ല you എന്നല്ല, don't have spiritual sense, എന്നാൽ ആത്മീയ കാഴ്ചപ്പാട് നിനക്കില്ല. you don't get that compassion. നിനക്കൊരു മനസ്സലിവിന്റെ ആത്മാവില്ല. Only you have that compassion, ആ മനസ്സലിവുണ്ടെങ്കിൽ you will start acting. നീ പ്രവർത്തനോന്മുഖനാകും. There are still lost people, any number, അനേക ആത്മാക്കൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. somewhere in some corner, എവിടെയോ ലോകത്തിന്റെ എവിടെയോ തെരുക്കളിൽ
കഴിയും.